പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായ ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഈ കള്ളപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത്. പണ്ട് കാലത്ത് അരിപ്പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അതിന് പകരമായിട്ട് അരി അരച്ചാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അരിപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഫ്റ്റ് അരി അരച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അരി അരച്ച് ചെയ്തെടുക്കുന്നത്. കള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കണം. കുതിർക്കുന്നതിന് മുമ്പും കുതിർത്തതിന് ശേഷവും നന്നായിട്ട് അരി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം അരിയുടെ പകുതി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ഒരുവിധം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ച് കൈ മാറ്റാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. കുറുക്കിയതിന് ശേഷം ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ബാക്കി പകുതി അരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4-5 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. ഈ 3 ചേരുവകളും കൂടെ ചേർക്കുകയാണെങ്കിൽ കള്ളപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴയകാല കള്ളപ്പത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കള്ളാണ്. കള്ളിൻ്റെ പുളി അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ 2 ദിവസമായ കള്ളാണ്. അതുകൊണ്ട് 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളം കള്ളാണെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മൂത്ത് പുളിയുള്ള കള്ളാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇളം കള്ള് ചേർക്കുന്നതോ 1-2 ദിവസമായ കള്ള് ചേർക്കുന്നതാണ് കള്ളപ്പത്തിന് കൂടുതൽ ടേസ്റ്റ്. പഴകിയ കള്ള് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ഞാനിവിടെ 1/2 കപ്പ് കള്ളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ദിവസമായ കള്ളായതുകൊണ്ടാണ് ചെറുതായിട്ടൊരു പത പോലെ വരുന്നത്. ഇനി ഈ ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചേരുവകളൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പം സോഫ്റ്റ് ആകാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന കപ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് പാത്രത്തിലുള്ള ബാക്കിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കള്ളപ്പത്തിന് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം കൂടുതലായി പോയെങ്കിൽ ആ കള്ളപ്പത്തിൻ്റെ കറക്റ്റ് ഷേപ്പും കൺസിസ്റ്റൻസിയും കിട്ടില്ല. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സെറ്റ് ചേരുവകൾ ചേർത്തതിന് ശേഷം ഇത് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചോറൊക്കെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത് ചേർത്ത തേങ്ങ ചിരകിയതും അധികം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കഴിക്കുന്ന സമയത്ത് ആ തേങ്ങ ചിരകിയത് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഏകദേശം 8 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇനി നല്ല ചൂടായ ദോശക്കല്ലിൽ ഇത് കുറേശ്ശെയായിട്ട് കോരി ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായിട്ട് വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ ഒരുപാട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇത് ഒരു സൈഡ് റെഡിയാകുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇതുപോലെ അടച്ചു വെച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ കള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു സൈഡ് റെഡിയായി കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു പ്രാവശ്യം കള്ളപ്പം ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും.